ഹായ് ഓൾ. നമ്മൾ ഒത്തിരി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ടല്ലേ? പലരുടെയും പഠന രീതി വളരെ വ്യത്യസ്തമാണ്. ചിലർ റാങ്ക് ഫയൽസുകളാണ് ഫോളോ ചെയ്തിരുന്നത്. എന്നാൽ മറ്റു ചിലർ SCRT ആണ് ഫോളോ ചെയ്തിരുന്നത്. ചിലർ ക്ലാസ്സുകൾക്കൊക്കെ പോയിരുന്നു. ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിരുന്നു, ഓഫ്ലൈൻ ക്ലാസ്സുകൾ കണ്ടിരുന്നു. എന്നാൽ ചിലർ ക്ലാസ്സുകൾക്കേ പോയിട്ടില്ല, സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമാണ് പല റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും എക്സ്പീരിയൻസ്. പക്ഷേ ഇവരിലെല്ലാം ഒരു സിമിലാരിറ്റി ഉണ്ട്. അവർ റാങ്കിലേക്ക് നയിച്ച ദ പ്രൈം കോസ് അതാണ് റിവിഷൻ. ഓരോ ഇത് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ക്ലാസ്സുകളേക്കാൾ കൂടുതൽ റിവിഷൻ ഇമ്പോർട്ടൻസ് നൽകുന്ന ടെസ്റ്റ് സീരീസുകൾ നിങ്ങളുടെ മുമ്പിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും ഞാൻ ഫോളോ ചെയ്തിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആവശ്യമുള്ളത് മാത്രം പഠിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ പഠനകാലത്ത് വാരി വലിച്ച് പഠിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കേസാണ്. ബിക്കോസ് ഞാനൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ബാക്കി മിക്ക വിദ്യാർത്ഥികളെ പോലെയും കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. അതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം പഠിക്കാൻ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിരുന്നു. ബിക്കോസ് നമുക്ക് സമയം വളരെ പരിമിതമാണ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അത് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, വേരിയസ് ആയിട്ടുള്ള എക്സാമുകളെ ഫേസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ പഠനം അപ് ടു ദ പോയിന്റ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഇനി രണ്ടാമതൊരു പോയിന്റ്, ഞാൻ ഉറപ്പിച്ചൊരു കാര്യം, എത്രത്തോളം ഞാൻ പഠിക്കുന്നതല്ല, ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നുള്ള മാർക്ക് എനിക്ക് നഷ്ടപ്പെടാതെ നോക്കണം എന്നുള്ളതായിരുന്നു ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതിനായി ഞാൻ യൂസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ മെത്തേഡ് എന്ന് പറഞ്ഞ റിവിഷനാണ്. റിവിഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പത്തുള്ള വീഡിയോയിൽ നിങ്ങളോട് ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നത് ഒരു റിവിഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല. ബിക്കോസ് അവിടെ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നില്ല, പകരം നമ്മൾ ജസ്റ്റ് അവിടെ നമ്മുടെ ബ്രെയിൻ തിങ്ക് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡ് എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒത്തിരി റാങ്ക് ഹോൾഡേഴ്സ്, അത് UPSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, അവരുടെ പഠന രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് അത്തരത്തിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു റിവിഷന് പുറമെ ഒരു എക്സാമിനോടുള്ള ഒരു പ്രാക്ടീസും കൂടെയാണ് ആകുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ SCRT പാഠഭാഗത്തു നിന്നൊരു ചോദ്യമാണ്: അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനുള്ള നിയമം ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എയിൽ സേവനാവകാശ നിയമം, ഓപ്ഷൻ ബിയിൽ വിവരാവകാശ നിയമം, ഓപ്ഷൻ സിയിൽ ലോക്പാൽ, ഓപ്ഷൻ ഡിയിൽ ഇവയൊന്നുമല്ല. ഇപ്പം നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഒരു ചോദ്യം ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അഴിമതി നിയന്ത്രിക്കുന്നതിനും ഗവൺമെന്റ് സുതാര്യതയും എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ലോക്പാൽ നിയമമായിരിക്കും. പക്ഷേ ഇതിന് ഉത്തരം വിവരാവകാശ നിയമമാണ്. നമ്മുടെ SCRT-യിൽ 10ാം ക്ലാസ് പാഠപുസ്തകത്തിൽ 3ാമത്തെ ചാപ്റ്റർ പൊതുഭരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ വിവരാവകാശ നിയമം എന്ന് പറയുന്ന ഹെഡിങ്ങിന് താഴെ വരുന്ന ഒരു പോർഷനാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്തബോധം ഉണ്ടാക്കുന്നതിനും ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിനും ഈ നിയമം, അതായത് 2005-ലെ വിവരാവകാശ നിയമം ലക്ഷ്യമിടുന്നതാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. എന്നിരുന്നാൽ SCRT ഒരുവിധം വായിച്ച വിദ്യാർത്ഥികൾ പോലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തെറ്റിക്കും. ബിക്കോസ് അവർ പ്രോപ്പറായിട്ട് അത് റിവിഷൻ ചെയ്തില്ല എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മറവി ഉണ്ടാവില്ല. ബിക്കോസ് ക്വസ്റ്റ്യനിലൂടെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ക്യൂരിയോസിറ്റി എപ്പോഴും ആ ഒരു ചോദ്യത്തിൽ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ആ പോർഷൻസ് നമ്മൾ തെറ്റിയോണ്ടാണല്ലോ നോക്കുന്നത് എടുത്ത്, അതുകൊണ്ട് തന്നെ ആ പോർഷൻ പിന്നെ നമ്മൾ മറക്കാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് റിവിഷന് കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ ഒരു ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിരുന്നു LDC വേരിയസിന് വേണ്ടി. ആ ഒരു ടെസ്റ്റ് സീരീസിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് SCRT-യിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ ടെസ്റ്റ് സീരീസ് ആരംഭിക്കുന്നത്. SCRT-യിലെ ഓരോ ചാപ്റ്റേഴ്സും അതിൻ്റെതായ ഇമ്പോർട്ടൻസിനനുസരിച്ച് ഓരോ ടെസ്റ്റുകളായിട്ടാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ 66 SCRT ചാപ്റ്റർ വൈസ് ടെസ്റ്റുകളുണ്ട്. അതായത് SCRT-യിൽ നിങ്ങൾക്ക് 66 ചാപ്റ്റേഴ്സേ പഠിക്കാനുള്ളൂ എന്നല്ല അതിനർത്ഥം. LDC-ക്ക് ആവശ്യമായുള്ള എല്ലാ SCRT ചാപ്റ്റേഴ്സും ആ ഒരു 66 ടെസ്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യും. ചെറിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അതൊരു കമ്പൈൻ ടെസ്റ്റ് ആയിരിക്കും. എന്നാൽ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വലിയ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒരു സിംഗിൾ ടെസ്റ്റ് ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 66 ടെസ്റ്റുകളായിട്ട് അത് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഇനി അതിനുശേഷം നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടോപ്പിക് വൈസ് ടെസ്റ്റുകളാണ്. അതായത് ഈ SCRT ടെസ്റ്റുകളെല്ലാം നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സിലബസിനെ 22 സബ് ടോപ്പിക്കുകളായി ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ നമ്മുടെ സിലബസിലെ എല്ലാ പോർഷൻസിലൂടെയും ഒരു റിവിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. ആഫ്റ്റർ ദാറ്റ് അപ്പോൾ നമ്മൾ SCRT-യും ഒപ്പം തന്നെ സിലബസിൻ്റെ ഒരു ഓവർവ്യൂ റിവിഷൻ നടത്തിയതിന് ശേഷം പിന്നെയാണ് നമ്മൾ കഴിഞ്ഞ LDC വേരിയസിന് മാതൃകയിലുള്ള ഫുൾ ടെസ്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അത്തരത്തിൽ 5 ഫുൾ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. ഈ ടെസ്റ്റുകളിലൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ എന്ന് പറയുന്നത് അവരുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാണ്. ബിക്കോസ് നമ്മൾ ഡേ ബൈ ഡേ ആണ് ഇത്തരത്തിൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു കോഴ്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം ഒരു SCRT ചാപ്റ്റർ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാൻ കഴിയും, പഠിക്കാൻ സാധിക്കും. അത് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിലൂടെയും കൂടെ വർക്കൗട്ട് ചെയ്യുക. ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ടെലഗ്രാമിലൂടെ ആവും. മറ്റ് ഒരു ആപ്പ് എടുക്കേണ്ടതോ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ 3rd ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 1-ാം തീയതിയാണ് 3rd ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൾറെഡി ആദ്യത്തെ 2 ബാച്ച് കംപ്ലീറ്റ് ചെയ്തു. ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തൊരു ബാച്ച് ഉണ്ടായിരുന്നു, ജനുവരി സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ഉണ്ടായിരുന്നു. ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി LGC വേണ്ടി ഒത്തിരി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ഒരു സെക്കൻഡ് ബാച്ചിലും ഫസ്റ്റ് ബാച്ചിലും ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. അത് പരിഗണിച്ചാണ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു അവസരം ഉപയോഗിക്കുക. നിങ്ങളുടെ പഠനത്തിൽ ഒരു എക്സ്ട്രാ എഫോർട്ട് കൊടുക്കുക. നമുക്കറിയാം എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവരും ക്ലാസ് എടുക്കുന്നുണ്ട്, റാങ്ക് ഫെയിൽ വായിക്കുന്നുണ്ട്, SCRT വായിക്കുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നല്ല നിങ്ങൾ വ്യത്യസ്തരാകേണ്ടത് കൃത്യമായ റിവിഷനിലൂടെയാണ്. ഏറ്റവും മാക്സിമം റിവിഷൻ ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രോങ് ആകുക. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ഒരു രീതിയിലുള്ള പ്രാക്ടീസിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ടെസ്റ്റ് സീരീസ് ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ ഫസ്റ്റ് ഓഫ് ഓൾ ജോയിൻ ചെയ്യുക. ടെലഗ്രാമിൽ അപ്ഗ്രേഡ് KPSC സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലുള്ള ലിങ്ക് പരിശോധിക്കുകയോ ചെയ്യുക. സോ എല്ലാവരും നല്ലോണം പഠിക്കുക. ഇനിയുള്ള 180 ദിവസങ്ങൾ ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക. താങ്ക്സ് ഫോർ വാച്ചിങ് അപ്ഗ്രേഡ് PSC. താങ്ക് യു ഓൾ.